ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രീയും അതുപോലെ തന്നെ സ്നോമാനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് ഒരു കുഞ്ഞ് പൈൻകോൺ കേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കുട്ടി സ്നോമാനെ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ കേട്ടോ. ആ 3 എണ്ണമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു പൈൻകോൺ കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിന് പകരമായിട്ട് നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ, ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വലുത് മുതൽ മേളിൽ ചെറുത് വന്നവരെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് ഒരു കോൺ ഷേപ്പ്. അതിനുശേഷം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വിപ്പിംഗ് ക്രീമിലൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് കൂടെ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ള ചോക്കോസാണ്, 10 രൂപയുടെ ഒരു പാക്കറ്റ് ചോക്കോസാണ്. അത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പൈൻകോണാണ്. അപ്പോൾ നമ്മൾ ഉണങ്ങിയിട്ടുള്ള ഒരു പൈൻകോണില്ലേ, അപ്പോൾ ഇത് ട്രീ പോലെ തന്നെ നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ല കേട്ടോ. അപ്പോൾ അതിൽ മഞ്ഞ് വീഴുന്ന പോലെ നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈൻകോൺ കേക്ക്. അപ്പോൾ ബ്രെഡിന് പകരം നിങ്ങൾ കേക്ക് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നല്ല എളുപ്പമല്ലേ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഇവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ പൈൻകോൺ കേക്ക്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ കുട്ടി സ്നോമാനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നോമാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമ്മളിതിൽ ഫോണ്ടൻ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പൈൻകോൺ ചെയ്തപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ബാക്കി വന്നില്ലേ, അതൊക്കെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ പൊടിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പാലും ബട്ടറൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ ഒരുപാടങ്ങ് ലൂസായി പോകരുത്. നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു വലിയ ബോളും അതുപോലെ ചെറിയ ബോളും വരുന്ന രീതിയിൽ എല്ലാം നമ്മളിതുപോലെ ആക്കിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വട്ടം കോട്ട് ചെയ്താൽ പോരാ കേട്ടോ, 1-2 വട്ടം നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. താഴെ വലിയ ബോൾ വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ആക്കിയിട്ട് ചെറിയ ബോൾ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ കണ്ണായിട്ട് ചെയ്യുന്നത് ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ, ഫോണ്ടൻ്റ് ഒന്നുമല്ല. ചോക്ലേറ്റ് നമ്മളൊരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ ആക്കി കൊടുത്താണ്. അതുപോലെ ഒരു ചിരിക്കുന്ന ഒരു ഇതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൊപ്പിയായിട്ടും മഫ്ലറൊക്കെ ആയിട്ട് വെക്കുന്നത് ക്യാരറ്റാണ്, വേറെ നമ്മളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി സ്നോമാൻ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, ബ്രെഡും ചോക്ലേറ്റൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കുട്ടി ക്രിസ്മസ് ട്രീ ആട്ടോ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നതെന്ന് ഒന്നെല്ലാവരും താഴെ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്രിസ്മസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഇതുപോലെ ട്രീ ആട്ടോ, നമ്മൾ അലങ്കരിച്ചൊക്കെ നിർത്തുന്ന ആ ഒരു ട്രീ ഓർമ്മ വരാറ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരിക എന്നുള്ളത് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ട്രീക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലുത് മുതൽ ചെറുത് വന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുകൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇതുപോലെ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും നിങ്ങൾ കേക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിതാ എന്നിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ ചെയ്തുകൊണ്ട് അധികം കട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൽ ഇതുപോലെ കുറച്ച് ഗ്രീൻ കളറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ഡാർക്ക് ഗ്രീൻ ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ കളറാക്കിയത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ ട്രീയുടെ ഡിസൈൻ. അപ്പോൾ അതെല്ലാവരും നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ട്രീ ഒക്കെ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ക്രിസ്മസ് ട്രീ. അതിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിതുപോലെ ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം വന്നപ്പോൾ ട്രൈ ചെയ്താണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. കേക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ
ഇഷ്ടമാണെങ്കിൽ അതൊക്കെ കണ്ടു നോക്കി അഭിപ്രായമൊക്കെ അറിയിക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്